ഹായ്, ഞാൻ സരിത സി നായർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും വിവാഹിതരായിരിക്കും അല്ലേ? പങ്കാളികളുള്ളവർ, ഒരുപാട് വർഷങ്ങളായി ഉള്ളവരായിരിക്കും നിങ്ങൾ. പക്ഷേ പലപ്പോഴും നമുക്ക് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റാറില്ല. അല്ലെങ്കിൽ പങ്കാളി എന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പലപ്പോഴും മനസ്സിലാവാറില്ല. ഈ പരാതി പലപ്പോഴും പറയുന്നത് പുരുഷന്മാരാണ്. എന്ത് ചെയ്തു കൊടുത്താലും ഭാര്യ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവാറില്ല, ഭാര്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, തൃപ്തിയില്ല എന്ത് ചെയ്താലും. ഇങ്ങനെയൊക്കെയുള്ള പല പരാതികളും പുരുഷന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലധികം പരാതികൾ സ്ത്രീകളും പറയാറുണ്ട്. എനിക്ക് വേണ്ടതൊന്നുമല്ല പുള്ളി ചെയ്യുന്നത്, എനിക്ക് എൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്നാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല, പക്ഷെ എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു പരാതി ഇരു പങ്കാളികൾക്കും കാണും, ഭാര്യയ്ക്കും ഉണ്ടാവും, ഭർത്താവിനും ഉണ്ടാവും. സോ ഈ മനസ്സിലാക്കൽ അത് വളരെ സിമ്പിളാണ്. 5 ലവ് ലാംഗ്വേജസ് എന്നൊരു ബുക്കുണ്ട്. ഗാരി ചാപ്മാൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ എഴുതിയ, അദ്ദേഹം ഒരു ഫാമിലി കൗൺസിലറാണ്, അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് 5 ലവ് ലാംഗ്വേജസ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് അഥവാ സ്നേഹഭാഷ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഈ മനസ്സിലാക്കൽ സാധിക്കും. എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പരാതി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ 5 ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പറയുന്നത് വേർഡ് ഓഫ് അഫർമേഷൻ എന്നാണ്. അതായത് സംസാരത്തിൽ കൂടി തന്നെ പറയണം. ഇപ്പോൾ ഒരു നല്ല കറി ഉണ്ടാക്കിയാൽ നന്നായി എന്ന് പറയണം. നമ്മൾ ചിലപ്പോൾ ടേസ്റ്റായിട്ട് കഴിച്ചിട്ടാവും. ഭാര്യ നല്ലൊരു കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഉറപ്പേകുന്ന വാക്കുകൾ എന്നാണ് പറയാം. നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ നന്നായിരുന്നു, ആ ഒരു വാക്ക് കേൾക്കാനായിരിക്കും ചിലപ്പോൾ പങ്കാളി കൊതിക്കുന്നത്. ഹസ്ബൻഡ് കഴിക്കുമ്പോൾ അറിയാം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ കാര്യം നന്നായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മതിയാവും. ചിലപ്പോൾ 1,00,000 രൂപയുടെ ഒരു ഗിഫ്റ്റിനേക്കാൾ വിലയായിരിക്കും ചിലപ്പോൾ ഒരു വാക്കിന്. അതുപോലെ അപ്പം നിങ്ങളുടെ പങ്കാളിയുടെ ആ ലവ് ലാംഗ്വേജ് വേർഡ് ഓഫ് അഫർമേഷൻ ആണെങ്കിൽ, അവർ ആ വാക്കുകൊണ്ട് കേൾക്കാൻ കൊതിക്കുന്ന ആളാണെങ്കിൽ അത് തന്നെ കൊടുക്കണം, ആ വാക്ക് തന്നെ കൊടുക്കണം, വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. സെക്കൻഡായിട്ട് പറയുന്നത് ക്വാളിറ്റി ടൈം എന്നാണ്. എന്നോട് കുറച്ച് സമയം ഇരുന്നാൽ മതി എന്ന് പറയുന്ന പങ്കാളികളെ കണ്ടിട്ടില്ല. അത് ഭാര്യയാകുമ്പോൾ ഭർത്താവാകും കേട്ടോ. അവർക്ക് വേണ്ടത് വേറൊന്നുമല്ല, ഗിഫ്റ്റോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള കുറച്ച് ഒരു ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിലവാരമായിട്ട് കൊടുക്കുന്ന സമയം എന്ന് വേണം മലയാളത്തിൽ പറയാം. അതായത് നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഫോണും മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം, അതാകാൻ ചില പങ്കാളികൾ ആഗ്രഹിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ലവ് ലാംഗ്വേജ്. മൂന്നാമത്തെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റുകളാണ്. അത് ഒരുപാട് പേർക്കും അറിയാം. നമ്മൾ എന്താണ് സർപ്രൈസ് ആയിട്ട് വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ച് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താൽ അത് ആഗ്രഹിക്കുന്ന പങ്കാളികളുണ്ടാവും. അവർക്ക് ആ ഒരു എന്താ വേണ്ട, അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. സോ ആ ഒരു ഗിഫ്റ്റുകൾ കൊടുക്കാൻ നോക്കുക, അതായത് റിസീവിങ് ഗിഫ്റ്റ്, അതാണ് അവരുടെ ലവ് ലാംഗ്വേജ്. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പ്രധാനപ്പെട്ട സമയങ്ങൾ, ദിവസങ്ങളിലൊന്നും മറക്കാൻ പാടില്ല. അത് മറന്നാൽ വലിയ പ്രശ്നമാവും. സോ അവരുടെ ലവ് ലാംഗ്വേജ് അതാണ്. നാലാമത്തെ ഒരെണ്ണം ആക്ട് ഓഫ് സർവീസാണ്. സോ ഒരു നേരം നിങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് ആയാലും വൈഫായാലും ഒരു നേരം ഒരു ജോലി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അവർ ചെയ്യേണ്ട, അല്ലെ അവരുടെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഷെയർ ചെയ്ത് ചെയ്യുക, അവരുടെ കൂടെ ഒന്ന് ചെയ്യുക. ആ സർവീസാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സാരിയോ ഡ്രസ്സോ ഒക്കെ തേച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സർവീസ് ആയിരിക്കും അവർ ലവായിട്ട്, ആ ഒരു ലവിൻ്റെ ഭാഷയായിട്ട് അവർ കണക്കാക്കുന്നത്. സോ നിങ്ങളുടെ പങ്കാളിയുടെ ആണ് കേട്ടോ പറയുന്നത്. പങ്കാളിയുടെ ലവ് ഭാഷ, സ്നേഹഭാഷ എന്ന് പറയുന്നത് ആക്ട് ഓഫ് സർവീസ് ആണെങ്കിൽ കൊടുക്കുന്ന സർവീസാണ് അവർ വിലമതിക്കുന്നത്. വേറൊരെണ്ണം അഞ്ചാമത്തത് എന്ന് പറഞ്ഞാൽ ടച്ചാണ്, ഫിസിക്കൽ ടച്ച് എന്ന് പറയാം. അവർക്ക് ജസ്റ്റ് തോളിൽ തട്ടി സാരമില്ല, ഞാൻ കൂടെയുണ്ട്, ആ ഒരു ചെറിയ സ്പർശനം മതി അവർക്ക്, അവർ ശാന്തരാവാൻ, അല്ലെ അവർക്ക് അത് മതി, അവർ തൃപ്തിയായി അവർക്ക്. സോ അവരുടെ ലവ് ലാംഗ്വേജ് ടച്ചാണ്. അവർക്ക് ആ കൊടുക്കുന്ന സ്പർശനം, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്, കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ചേർത്തൊന്ന് പിടിച്ചാൽ മതി, അതോടുകൂടി അവർ ഹാപ്പിയാവും. സോ ഈ 5 തരത്തിലുള്ള ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി വയ്ക്കുക. അതിലേതാണ് നിങ്ങളുടെ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് എന്ന് വ്യക്തമായി അറിയുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പരാതി കേൾക്കേണ്ടി വരില്ല. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.